വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് GD അഥവാ ഗ്രൂപ്പ് ഡിസ്കഷനെ പറ്റിയിട്ടാണ്. ഒരുവിധപ്പെട്ട എല്ലാ ബി സ്കൂളുകളിലും ഒരു പ്രധാനപ്പെട്ട സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് GD. അപ്പോ GDക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രസ് കോഡിനെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ ഫോർമൽസോ വെസ്റ്റേൺ ഫോർമൽസോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വെസ്റ്റേൺ ഫോർമൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ പാൻറ്റിനനുസരിച്ചുള്ള അതേ കളർ സോക്സ് വേണം നമ്മൾ ധരിക്കാൻ. പിന്നെ ഷൂസിന്റെ സെയിം കളർ ബെൽറ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. പിന്നെ നമ്മൾ മേക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ സിമ്പിൾ മേക്കപ്പ് ആണ് നമുക്ക് ആവശ്യം. തലമുടിയൊക്കെ ഒരു സിമ്പിൾ അപ്ഡു ചെയ്യണം. പൊങ്ങി നിൽക്കുന്ന മുടികളൊക്കെ ഉണ്ടെങ്കിൽ ഒതുക്കി വെക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ബാൻഡ്സ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് സെക്യൂർ ചെയ്യണം. പിന്നെ ബോയ്സ് ഒക്കെ ആണെങ്കിൽ ബിയർഡ് ആൻഡ് ഹെയർ കറക്റ്റ് ആയിട്ട് ട്രിം ചെയ്യണം. ഡ്രസ് കോഡ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മൾ എൻ്റർ ചെയ്യുന്ന റൂം തൊട്ട് നമ്മുടെ ഇന്റർവ്യൂ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. വരുമ്പോൾ തന്നെ നല്ല കോൺഫിഡൻസിൽ വേണം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ ചെയറുകൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. വന്ന് ചെയറിന്റെ സെന്റർ ഭാഗത്ത് ഇരുന്ന് കാലുകൾ നിലത്തോട് പ്രസ് ചെയ്തിട്ടിരിക്കാൻ ശ്രമിക്കണം. കൂടുതൽ ഷോൾഡർ ഓപ്പൺ ചെയ്ത് കൈകൾ രണ്ടും മടിയിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ചെയറിന്റെ സൈഡിൽ വെക്കാം, അല്ലെങ്കിൽ ഇതുപോലൊരു ബോർഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ ചെയറിന്റെ ബാക്കിലോട്ട് ചാഞ്ഞിരിക്കാതെ കൂടുതൽ ഫ്രണ്ടിലോട്ട് ചായാതെ ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ സ്പൈൻ വെക്കണം. ഹാൻഡ് നമ്മൾ ഇവിടെ വെക്കാം. എന്നിട്ട് നല്ല ഐ കോണ്ടാക്ട് കൊടുക്കണം. നമ്മളാണ് പറയുന്നതെങ്കിൽ ബാക്കിയുള്ള ആളുകളെ എല്ലാവരെയും നോക്കാൻ ശ്രദ്ധിക്കണം. വേറെ ആൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നോക്കണം, അല്ലാതെ വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ പാടില്ല. മെന്ററിനെ നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും GD സംസാരിക്കാൻ പാടില്ല. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരായിട്ടാണ് സംസാരിക്കേണ്ടത്. ഏതൊരു GDയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ പേനയും പേപ്പറും ആവശ്യമാണ്. ഒരു GDയിൽ മെയിൻ ആയിട്ട് 2-3 ആൾക്കാരുടെ ഒരു പാനൽ ആയിരിക്കും ഉണ്ടാവുക. 6 to 10 മെമ്പേഴ്സ് ഓഫ് ആയിരിക്കും GDക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. മെയിൻലി ഒരു 10 to 15 മിനിറ്റ്സ് GD ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പാനൽ ഒരു ടോപ്പിക്ക് തരും. ചില ഗ്രൂപ്പ് ഡിസ്കഷനിൽ 1-2 ടോപ്പിക്ക് തരും. പിന്നെ മെജോറിറ്റി ഏതാണോ വില്ലിംഗ് ടു സ്പീക്ക് ആ ടോപ്പിക്കിനെ പറ്റിയിട്ടായിരിക്കും ബാക്കി ഡിസ്കഷൻ മുന്നോട്ട് പോവുക. അപ്പൊ നമ്മൾ ഈ ഡിസ്കഷന്റെ സമയത്ത് ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. സെൽഫ് ഇൻട്രൊഡക്ഷനും ഉണ്ടാവും, അതുപോലെ തന്നെ ടോപ്പിക് ഇൻട്രൊഡക്ഷനും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ടോപ്പിക്ക് തന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം തരും. ആ സമയത്ത് നമുക്ക് പേപ്പറിൽ സ്ക്രിബിൾ ചെയ്തിടാം. അതല്ലെങ്കിൽ നമുക്ക് ആലോചിച്ച് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. പിന്നെ ഒരു 8 to 10 മിനിറ്റ്സ് ആയിരിക്കും മെയിൻ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. 2-3 പ്രാവശ്യം നമ്മൾ ഒരു GD ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പറയാൻ ശ്രമിക്കണം. ആദ്യം പറയാൻ പോയിട്ടുള്ള ആൾക്കാര് ആദ്യമേ തന്നെ പറയണം. കാരണം ആദ്യം പറയുന്ന ആൾക്കാർക്ക് നല്ലൊരു ഇംപ്രഷൻ ബിൽഡ് ആവുന്നുണ്ട് അവിടെ. പിന്നെ നമുക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും 2-3 ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞ സാധനങ്ങൾ വീണ്ടും നമ്മുടേതായ രീതിയിൽ പറയാം. പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പറയാതെ പുതിയ പോയിന്റ് എപ്പോഴും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്നാലേ നമുക്കൊരു ഫ്രഷ് ഔട്ട്ലുക്ക് വരത്തുള്ളൂ. GDക്ക് വരുന്ന പ്രധാന ടോപ്പിക്കുകൾ 3 എണ്ണമായിരിക്കും. ഒന്ന് ബിസിനസ് അല്ലെങ്കിൽ എക്കണോമിക്സ്, പിന്നെ വരുന്നത് സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ, പിന്നെ വരുന്നത് കോമൺ ആയിട്ടുള്ള അബ്സ്ട്രാക്ട് ടോപ്പിക്കുകളായിരിക്കും. ബിസിനസ് ഓർ എക്കണോമിക്സ് ടോപ്പിക്കുകളിൽ കൂടുതൽ ജനറൽ നോളജ് ബേസ്ഡ് ആണ്. അപ്പൊ നമുക്ക് കൃത്യമായ അറിവ് വേണം ടോപ്പിക്കുകളെ പറ്റിയിട്ട്. പേപ്പർ വായന, പിന്നെ കറന്റ് നമ്മുടെ വേൾഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ പോയിന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ സെക്കൻഡ് ടോപ്പിക് സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആണ്. അത് സോഷ്യലി കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ കറന്റ് എന്തെങ്കിലും പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും. അത് നമ്മുടെ കോമൺ സെൻസും ഒരു പൊതുവിവരമൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്കുകളായിരിക്കും. പിന്നെ വരുന്നത് അബ്സ്ട്രാക്ട് ടോപ്പിക് ആണ്. അത് നമുക്ക് കോമൺ ആയിട്ട് ആർക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ടിപ്സ് ഫോളോ ചെയ്താൽ മതി. ഇൻ കേസ് നമുക്ക് GDയിൽ ഒരു ടോപ്പിക് തന്നു, അത് നമുക്ക് അറിയത്തേ ഇല്ല, അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ 3 അപ്രോച്ചുകൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് കീവേഡ് അപ്രോച്ച്. കീവേഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടോപ്പിക് തന്നു. ഇൻ കേസ് വർക്ക് ലൈഫ് ബാലൻസ്, അതാണ് നമ്മുടെ ടോപ്പിക് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ വർക്ക് ഉണ്ട്, ലൈഫ് ഉണ്ട്, അത് തമ്മിലുള്ള ഒരു ബാലൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വേർഡ് ബൈ വേർഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട്. എന്നിട്ട് ആ ടോപ്പിക്കിലേക്ക് എന്തൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതിനെ പറ്റിയിട്ട് നമ്മൾ പറയാം. അതാണ് കീവേഡ് അപ്രോച്ച്. രണ്ടാമത്തെ അപ്രോച്ചാണ് SWOT അനാലിസിസ് ആൻഡ് പെസ്റ്റിൽ അനാലിസിസ്. SWOT അനാലിസിസ് എന്ന്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെഡ്സ്. അതായത് ഒരു ടോപ്പിക് തന്നു, ആ ടോപ്പിക്കിൽ എന്തൊക്കെ സ്ട്രെങ്ത് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഉണ്ട്, എന്തൊക്കെയാണ് വീക്ക്നെസ് പോയിന്റ്സുകൾ, എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസുകൾ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടും, എന്തൊക്കെ ത്രെഡ്സ് ആയിരിക്കും ഈ ഒരു സബ്ജക്റ്റ് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് വരാൻ പോകുന്നത്, അതിനെ പറ്റിയിട്ട് നമുക്ക് SWOT അനാലിസിസിലൂടെ പറയാനായിട്ട് സാധിക്കും. പിന്നെയാണ് പെസ്റ്റിൽ അനാലിസിസ്. പെസ്റ്റിൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി, എക്കണോമിക്കലി, സോഷ്യലി, ടെക്നോളജിക്കലി, ലീഗലി ആൻഡ് എൻവിറോൺമെന്റലി. ഇതിനെയാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പെസ്റ്റിൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി പെസ്റ്റിൽ അനാലിസിസിൽ നമുക്കൊരു ടോപ്പിക് വന്നു, ആ ടോപ്പിക്കിൽ ചില സാധനങ്ങളിൽ പൊളിറ്റിക്കലായി ഇൻവോൾവ് ചെയ്തായിരിക്കും, ചില സാധനങ്ങൾ ചില പോയിന്റ്സുകൾ നമുക്ക് എക്കണോമിക്കലി നമുക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും, ചില കണക്ഷൻസുകൾ ഉണ്ടാവും. എല്ലാം കൂടി അതായത് പെസ്റ്റിൽസിന്റെ എല്ലാ ടോപ്പിക്കുകളും നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചത് വരില്ല. ഫൈനലി വരുന്നതാണ് അഫക്റ്റഡ് പാർട്ടീസ് അപ്രോച്ച്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈൻ റഷ്യ വാർ. ഇതിൽ ഏതൊക്കെ പാർട്ടീസ് തമ്മിലാണ് എന്തൊക്കെ അഫക്റ്റഡ് ആയിട്ടുള്ളത്, ഏതൊക്കെ പീപ്പിൾസിന് എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റി, അതിനൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ടോപ്പിക്കിലൂടെ സാധിക്കും. അപ്പോൾ 3 ടോപ്പിക്കുകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇത് ഏതൊരു GDയിലേക്ക് പോകുമ്പോഴും ഇത് വളരെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. GD is not a debate, it's a discussion. നമ്മളൊരാൾ പറയുമ്പോൾ അവർക്ക് അത് പറഞ്ഞു തീർക്കാനുള്ള സാവകാശം നമ്മൾ കൊടുക്കണം. പിന്നെ ഒരാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്യാച്ച് വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഐ ലൈക്ക് ടു ആഡ് എ പോയിന്റോ അല്ലെങ്കിൽ എനിക്ക് പുതിയതായിട്ടൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാനുള്ള ടോപ്പിക്കോ അല്ലെങ്കിൽ പോയിന്റ്സോ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം. പക്ഷെ ഒരാൾ പറയുന്നതിന്റെ ഇടയിൽ അയാളോട് ആർഗ്യൂ ചെയ്ത് പറയുന്നത് ഒരു നെഗറ്റീവ് പാർട്ടായിട്ട് നമ്മൾ കൂട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വോയിസ് മോഡുലേഷൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വോയിസ് മോഡുലേഷൻ, വോയിസ് ടോൺ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കണം, എല്ലാവർക്കും കേൾക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കണം, ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിർത്തി പറയണം. കാരണം നമ്മൾ ഒരുപാട് റഷ് ചെയ്തിട്ട് പറയാൻ പാടില്ല, മാത്രമല്ല പതുക്കെ ആവാനും പാടില്ല. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് കുറെ നാൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ GDയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സമ്മറൈസിങ് ആൻഡ് കൺക്ലൂഷൻ വരുന്നത്. സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാനൽ പറയും. ചിലപ്പോൾ ഒരാളോട് തന്നെയായിരിക്കും പറയുന്നത്, ചിലപ്പോൾ എല്ലാവർക്കും അവസരം തരും. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് ഉണ്ടാവുക. സമ്മറൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നേരം എന്താണോ പറഞ്ഞത് അത് മാത്രം പറയാം. ഇനിയിപ്പോ കൺക്ലൂഷൻ ആണ് നമ്മളോട് പറയാൻ പറയുന്നതെങ്കിൽ ഇത്രയും നേരമുള്ള ഡിസ്കഷനിൽ നിന്ന് എന്ത് റിസൾട്ടാണ് വന്നത് ആ റിസൾട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പറയേണ്ടത്. ഇൻ കേസ് ഞങ്ങൾ എന്തെങ്കിലും ഈ GDയിൽ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. So we are winding up our video. Like, share and subscribe. Stay updated for more videos. Bye.